നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരുമ്പള പാലത്തിന് മുകളിൽ നിന്നും ചന്ദ്രഗിരി പുഴയിലേക്ക് ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. രാവിലെ 9:30 മണിയോടെ പാലത്തിന് സമീപത്ത് പുഴയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളുടെയും കുരിശുമരണത്തിന്റെയും സ്മരണയിൽ വിശ്വാസികൾ. ജില്ലയിലെ ദേവാലയങ്ങളിലെല്ലാം ദുഃഖവെള്ളി ആചരിച്ചു. കൃഷിയിടം നശിപ്പിച്ചതിന് പിന്നാലെ ആവിക്കരയിലെ മുൻ പ്രവാസി ജയരാജന്റെ കുടുംബത്തിന് നേരെ ഭീഷണി. 2 പേർക്കെതിരെ കേസെടുത്തു. മഞ്ചേശ്വരത്ത് ദേശീയപാതയിലെ അടിപ്പാതയിൽ തേനീച്ചക്കൂട്. കാൽനടയാത്രക്കാർ ആശങ്കയിൽ. ഇത് കഠിനാധ്വാനത്തിന്റെ ഫലം. നെൽവയലിന് അനുയോജ്യമല്ലാത്ത കരിങ്കൽ ക്വാറിയിൽ നടത്തിയ കൃഷിയിൽ 100 മേനി വിളവ്. ഉപ്പിലേക്കൈ മാടം ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് സമാപനം. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് പെരുമ്പള പാലത്തിന് മുകളിൽ നിന്നും ചന്ദ്രഗിരി പുഴയിലേക്ക് ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ചെങ്കള പടിഞ്ഞാർമൂല ബാഫക്കി നഗറിലെ KM ഷെരീഫാണ് ഇന്നലെ രാവിലെ പുഴയിലേക്ക് ചാടിയത്. വെള്ളിയാഴ്ച രാവിലെയും തുടർന്ന തിരച്ചിലിൽ 9:30 മണിയോടെ പെരുമ്പള പാലത്തിന് സമീപത്ത് പുഴയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ചന്ദ്രഗിരിപ്പുഴയിൽ നടത്തിയ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് കാണാതായ KM ഷെരീഫിന്റെ മൃതദേഹം കണ്ടെത്തിയത്. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയാണ് ഷെരീഫിന്റെ സ്കൂട്ടറും ചെരുപ്പും പാലത്തിന് മുകളിൽ കാണപ്പെട്ടത്. ഇതോടെയാണ് ഷെരീഫ് പുഴയിലേക്ക് ചാടിയിരിക്കാമെന്ന സംശയം ഉയർന്നത്. സമീപത്ത് മീൻ പിടിച്ചുകൊണ്ടിരുന്നവരും പുഴയിലേക്ക് എന്തോ വീഴുന്നതിന്റെ ശബ്ദം കേട്ടിരുന്നതായി പറഞ്ഞിരുന്നു. വിവരമറിഞ്ഞ് നാട്ടുകാരും സ്ഥലത്തെത്തിയ ഫയർഫോഴ്സും തിരച്ചിൽ ആരംഭിച്ചു. മണിക്കൂറുകളോളം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. വെള്ളിയാഴ്ച രാവിലെ തിരച്ചിൽ പുനരാരംഭിച്ചപ്പോഴാണ് ചെരുപ്പും സ്കൂട്ടറും കണ്ടെത്തിയ പെരുമ്പള പാലത്തിന് സമീപത്തായി പുഴയിൽ നിന്നും 9:30 മണിയോടെ മൃതദേഹം കണ്ടെത്തിയത്. കാസർഗോഡ് അഗ്നിരക്ഷാസേനയിലെ സ്റ്റേഷൻ ഓഫീസർ R. ഹർഷയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് എന്നീ നിലയങ്ങളിലെ സ്കൂബ ഡൈവേഴ്സ് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ VM സതീശൻ, KV പ്രകാശൻ, സ്കൂബ ഡൈവർമാരായ E. പ്രസീദ്, രാജേഷ് പാവൂർ, വരുൺ ഗോപി, H. ഉമേശൻ, PG ജീവൻ, ജിജോ, ഹോംഗാർഡുമാരായ സോബിൻ, ശ്രീജിത്ത് എന്നിവരും തിരച്ചിലിൽ പങ്കെടുത്തു. തുടർ നടപടികൾക്കായി ഷെരീഫിന്റെ മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളുടെയും കുരിശുമരണത്തിന്റെയും ഓർമ്മയിൽ ജില്ലയിലെ ദേവാലയങ്ങളിൽ ദുഃഖവെള്ളി ആചരിച്ചു. കാസർഗോഡ് വ്യാകുലമാതാ ദേവാലയത്തിൽ കുരിശിന്റെ വഴിയെ ചടങ്ങിന് ഫാദർ ലൂയിസ് കുട്ടീന നേതൃത്വം നൽകി. മാനവരക്ഷയ്ക്കായി കുരിശിൽ ജീവനർപ്പിച്ച ക്രിസ്തുവിന്റെ ഉദാത്തമായ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സ്മരണ പുതുക്കി ദേവാലയങ്ങളിൽ ദുഃഖവെള്ളിയുടെ തിരുകർമ്മങ്ങൾ നടന്നു. പീഡനാനുഭവ ചരിത്ര വായനയും പീഡനാനുഭവ ദിനത്തിന്റെ സന്ദേശവും പരിഹാര പ്രദക്ഷിണവുമാണ് ദുഃഖവെള്ളിയിലെ പ്രധാന പരിപാടികൾ. നോമ്പിന്റെയും ഉപവാസത്തിന്റെയും ദിനങ്ങളിലൂടെ ആത്മവിശുദ്ധീകരണത്തിന്റെ ചൈതന്യത്തിലേക്ക് കടന്ന വിശ്വാസി സമൂഹം ക്രൂശിതന് പിന്നാലെ പ്രാർത്ഥനാ മന്ത്രങ്ങളുമായി കുരിശിന്റെ വഴിയിലെ 14 സ്ഥലങ്ങളെയും ധ്യാനിച്ചാണ് പരിഹാര പ്രദക്ഷിണം നടത്തുന്നത്. കാസർഗോട്ടെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം വിവിധ ദേവാലയങ്ങളുടെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴി സഞ്ചരിച്ചു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ റോഡിലെ വ്യാകുലമാതാ ദേവാലയത്തിൽ ഫാദർ ലൂയിസ് കുട്ടീനയുടെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴിയെ ചടങ്ങ് നടന്നു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. ശനിയാഴ്ച പ്രത്യേക പ്രാർത്ഥനകളും വെഞ്ചരിപ്പും നടക്കും. ഉയിർപ്പ് ശുശ്രൂഷകൾക്ക് ശനിയാഴ്ച രാത്രി തുടക്കമാകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോകപാപങ്ങൾ ഏറ്റെടുത്ത് കാൽവരി മലയിൽ കുരിശുമരണം വരിച്ച യേശുക്രിസ്തുവിന്റെ പീഡാസഹനം അനുസ്മരിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴി നടത്തി. കാൽവരിയിലേക്കുള്ള പീഡാസഹനത്തിന്റെ ഓർമ്മയിൽ 14 സ്ഥലങ്ങളിലൂടെ മരക്കുരിശുമെടുത്താണ് വൈദികരും വിശ്വാസികളും കുരിശിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചത്. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവക പള്ളിയിൽ ദുഃഖവെള്ളി ആചരണ ഭാഗമായി രാവിലെ 7-ന് നടക്കാവിലെ കുരിശടിയിൽ നിന്നുമാണ് പീഡാസഹന യാത്രയായ കുരിശിന്റെ വഴി ആരംഭിച്ചത്. തൃക്കരിപ്പൂർ പള്ളിയിൽ സമാപിച്ചു.
തുടർന്ന് പരിയാരം മദർ ഹോമിലെ ബ്രദർ ഷിൻഡോ ദുഃഖവെള്ളി സന്ദേശം നൽകി. ദിവ്യകാരുണ്യ സ്വീകരണവും കുരിശു ചുംബനവും നൽകി നഗരി കാണിക്കലും കബറടക്കവുമാണ് പ്രധാന കർമ്മങ്ങൾ. ഇടവക വികാരി ഫാദർ വിനു കയ്യാനിക്കൽ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ഈസ്റ്റർ ആഘോഷത്തിന് തുടക്കമിടുന്ന പാതിര കുർബാനയ്ക്ക് മുന്നോടിയായി ശനിയാഴ്ച രാത്രി 10:30 തൃക്കരിപ്പൂർ പള്ളിയിൽ ആരാധന നടക്കും. 50 നോമ്പിന് സമാപനം കുറിച്ചാണ് ഉയർപ്പ് തിരുനാൾ ആഘോഷം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കൃഷിയിടം നശിപ്പിച്ചതിന് പിന്നാലെ ആവിക്കരയിലെ മുൻ പ്രവാസി ജയരാജന്റെ കുടുംബത്തിന് നേരെ ഭീഷണി. 2 പേർക്കെതിരെ കേസെടുത്തു. CPM വിട്ട് കോൺഗ്രസിലെത്തിയ ജയരാജന്റെ ചുറ്റുമതിൽ തകർക്കുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്തിരുന്നു. CPM വിട്ട് കോൺഗ്രസിലെത്തിയ ആവിക്കരയിലെ മുൻ പ്രവാസി ജയരാജനും കുടുംബത്തിനും 2 അംഗ സംഘത്തിന്റെ ഭീഷണി. സംഭവവുമായി ബന്ധപ്പെട്ട് ആവിക്കര സ്വദേശികളായ നിശാന്ത്, രാജേഷ് എന്നിവർക്കെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു. CPMക്കാരാണ് ഭീഷണിപ്പെടുത്തിയതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. 4 മാസം മുൻപ് CPM വിട്ട് കോൺഗ്രസിലെത്തിയ ജയരാജന്റെ വീടിന്റെ ചുറ്റുമതിൽ കഴിഞ്ഞ ദിവസം തകർത്തിരുന്നു. കൃഷിയിടങ്ങളും നശിപ്പിച്ചിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട ബ്രാഞ്ച് സെക്രട്ടറി പ്രിയേഷ് ആവിക്കര ഉൾപ്പെടെ 10 CPM പ്രവർത്തകർക്കെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു. കുറച്ച് പച്ചക്കറി കുട്ടികൾ ബോൾ കളിച്ചിട്ട് ഫുട്ബോൾ കളിച്ചിട്ട് കേട് വരുന്ന കുറേ ആയത്. അതിന് ഞാൻ കുട്ടികളെ പലതവണ കുട്ടിയോട് പറഞ്ഞു ഇത് ഇങ്ങനെ ചെയ്യല്ല എന്ന്. അവസാനം കുട്ടികളോട് പേര് ചോദിച്ചു, കുട്ടിയോട് പേരൻസിനോട് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പേരെല്ലാം കുട്ടികൾ മാറ്റി പറയുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് പാർട്ടി മാറിയിട്ട് കുറച്ചൊക്കെ മുന്നേ എന്നോട് ഭീഷണി വന്നു, നീ പിന്നെ നേർച്ചക്കൊയ്യാന്ന് നമ്മളെ. ഇന്നലെ മിഞ്ഞാന്ന് വൈകുന്നേരം ആദ്യം ഭീഷണി ഉണ്ടായി. അതായത് 15-ന് വൈകുന്നേരം ഗേറ്റിനെടുക്കുക. ഈ ഭാഗത്തുള്ളവരല്ല, അറിയുന്നവരെന്നെ കുറച്ച് അത് വടക്കും പടിഞ്ഞാറുള്ള ആൾക്കാർ വീണ്ടും വന്ന് ഭീഷണി. ഇന്നലെ എങ്ങനെയോ ഞാൻ അറിയിച്ചിട്ടൊന്നുമില്ല, പാർട്ടിക്കാർ എങ്ങനെയോ കോൺഗ്രസ്സുകാരെ അറിഞ്ഞിട്ട് എന്നെ വിളിച്ചു ചോദിച്ചു. അങ്ങനെ ഞാൻ ഓഫീസിൽ പോയിട്ട് പറഞ്ഞു സംഭവം ഇങ്ങനെ. UDF നേതാക്കൾ ജയരാജന്റെ വീട് സന്ദർശിക്കുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുന്നതിനിടെയാണ് വീട്ടിലെത്തിയുള്ള ഭീഷണിപ്പെടുത്തൽ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പള്ളിവാളുമേന്തി വെളിച്ചപ്പാട് പള്ളിമുറ്റത്ത്. മഞ്ചേശ്വരം മാട ഉദ്യാവര അരസു മഞ്ചേശ്വർ ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടാണ് ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവത്തിന് ക്ഷണിക്കാനായി 1000 ജമാഅത്ത് പള്ളിയിലെത്തിയത്. ഇവിടത്തെ മതസൗഹാർദ്ദ ആചാരാനുഷ്ഠാനങ്ങൾക്ക് പോലും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അതിർവരമ്പുകൾ തീർക്കുന്ന ഇക്കാലത്ത് മതസൗഹാർദ്ദത്തിന്റെ മഹനീയ മാതൃകയാണ് മഞ്ചേശ്വരം മാട ഉദ്യാവര അരസു മഞ്ചേശ്വർ ക്ഷേത്രവും 1000 ജമാഅത്ത് പള്ളിയും. ഇവിടുത്തെ മതസൗഹൃദ ആചാരാനുഷ്ഠാനങ്ങൾക്ക് പോലും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ക്ഷണിക്കാൻ വെളിച്ചപ്പാടും പരിവാരങ്ങളും പള്ളിയിൽ പോവുകയും പള്ളിയിലെ ഉറൂസിന് ക്ഷണിക്കാൻ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ ക്ഷേത്രത്തിലെത്തുന്നതും ഇവിടെ സാധാരണമാണ്. ക്ഷണവുമായി വരുന്നവരെ സർവ്വ ആദരവോടെ സ്വീകരിക്കും. ഈ വർഷവും മുടങ്ങാതെ പള്ളിവാളുമായി ഉത്സവത്തിന് ക്ഷണിക്കാൻ വെളിച്ചപ്പാട് പള്ളിമുറ്റത്തെത്തി. ജുമാ നിസ്കാരം കഴിഞ്ഞിറങ്ങിയ മുസ്ലിം വിശ്വാസികൾ വെളിച്ചപ്പാടിനെയും പരിവാരങ്ങളെയും സർവ്വ ആദരവോടെയും സ്വീകരിച്ചു. എല്ലാ വർഷത്തെ പോലെയും ഈ വർഷവും വിഷു കഴിഞ്ഞ ആദ്യത്തെ വെള്ളിയാഴ്ച ശ്രീ അരസു മഞ്ചേശ്വർ മാട ക്ഷേത്രത്തിൻ്റെ പ്രതിനിധികൾ, അവിടുത്തെ പൂജാരിമാർ, വെളിച്ചപ്പാടന്മാർ അവരുടെ ഉത്സവത്തിൻ്റെ ആദ്യ ക്ഷണക്കത്ത് നൽകാൻ വേണ്ടി നമ്മുടെ പള്ളിയിലെത്തിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും ചേർന്ന് ഹൃദ്യമായി അവരെ സ്വീകരിച്ചു. അവർ ആചാരപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അവർ തിരിച്ചു പോയിരിക്കുകയാണ്. എത്രയോ വർഷങ്ങളായി, എത്ര വർഷമായി എന്നതിന് പോലും നമുക്ക് അറിയാത്തോടത്തോളം ഒരു കാലപ്പഴക്കമുള്ള ഒരു ആചാരമാണ് ഇവിടെ നടക്കുന്നത്. ആ ആചാരത്തിനെയും അനുഷ്ഠാനത്തെയും ഞങ്ങൾ ജമാഅത്ത് നിവാസികൾ എന്നുള്ള രീതിയിൽ ഞങ്ങളെല്ലാവരും വളരെയധികം ആദരവോടുകൂടിയാണ് കാണുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പുരാതന ആരാധനാലയങ്ങളിൽപ്പെട്ടതാണ് ഉദ്യാവരം അരസു മഞ്ചേശ്വർ ക്ഷേത്രവും 1000 ജമാഅത്ത് ജുമാ മസ്ജിദും.
മെയ് 8 മുതൽ 11 വരെ ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവം ക്ഷണിക്കാനായി വെളിച്ചപ്പാടിനൊപ്പം ക്ഷേത്ര ഭാരവാഹികളും വിശ്വാസികളും 1000 ജമാഅത്ത് ജുമാ മസ്ജിദ് മുറ്റത്ത് എത്തി. വിഷു കഴിഞ്ഞുള്ള ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഇതിനായി തിരഞ്ഞെടുക്കുന്നത്. മാടാ ക്ഷേത്രത്തിന് സമീപത്തെ സിംഹാസന തറയിൽ നടന്ന ചടങ്ങിന് ശേഷമാണ് വെളിച്ചപ്പാടുകളും ക്ഷേത്ര ഭാരവാഹികളും നാട്ടുകാരും പുറപ്പെട്ടത്. ജമാഅത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നൽകിയ ഉപചാരപൂർവ്വമുള്ള വരവേൽപ്പ് സ്വീകരിച്ച വെളിച്ചപ്പാടുകൾ കൊമ്പുവിളിയുടെ പശ്ചാത്തലത്തിൽ ഗുണം വരണമേ എന്ന് അരുളി അനുഗ്രഹിച്ചു. ഈ വർഷത്തെ ഉത്സവത്തിനെത്താൻ ഏവരെയും ക്ഷണിച്ച ശേഷം ഉടവാൾ നെറ്റിയിൽ ചേർത്ത് വണങ്ങിയാണ് വെളിച്ചപ്പാടും സംഘവും പള്ളിമുറ്റത്തു നിന്നും മടങ്ങിയത്. ഉദ്യാവരം ക്ഷേത്രത്തിലെ ഉത്സവത്തിനാവശ്യമുള്ള സാധനങ്ങൾ ഒരുക്കുന്നതിന് 1000 ജമാഅത്തും സഹകരിക്കും. പള്ളിയിലെ ഉറൂസിനും ക്ഷേത്രം വക അരി, നെയ്യ്, എണ്ണ തുടങ്ങിയവ എഴുന്നള്ളിച്ച് എത്തിക്കും. 3 തെയ്യങ്ങളാണ് ഇവിടെ ഉത്സവത്തിന്റെ ഭാഗമായി കെട്ടിയാടുക. തെയ്യം കാണാൻ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരും ഇവിടെ എത്താറുണ്ട്. ഇവർക്ക് പ്രത്യേക സ്ഥാനവും ഇവിടെയുണ്ട്. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മഞ്ചേശ്വരത്ത് ദേശീയപാതയിലെ അടിപ്പാതയിൽ ഭീതിയും ആശങ്കയും ഉയർത്തി വൻ തേനീച്ചക്കൂട്. 100 കണക്കിന് വാഹനങ്ങളും വിദ്യാർത്ഥികളും മറ്റ് കാൽനട യാത്രക്കാരും കടന്നുപോകുന്ന വഴിയിലാണ് തേനീച്ചക്കൂടുള്ളത്. അപകടം സംഭവിക്കുന്നതിന് മുൻപായി ഈ തേനീച്ചക്കൂട് മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. ദേശീയപാതയിൽ മഞ്ചേശ്വരം മുത്യാവരം 10-ാം മൈൽ അടിപ്പാതയിലാണ് ഭീതിയുടെ കാഴ്ചയായി വൻ തേനീച്ചക്കൂടുള്ളത്. അടിപ്പാതയ്ക്കകത്തെ സ്ലാബിലാണ് തേനീച്ചകൾ കൂടൊരുക്കിയിരിക്കുന്നത്. 100 കണക്കിന് വാഹനങ്ങളും വിദ്യാർത്ഥികളും മറ്റ് കാൽനട യാത്രക്കാരും കടന്നുപോകുന്ന വഴിയിലാണ് തേനീച്ചക്കൂടുള്ളത് എന്നത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. തേനീച്ചക്കൂട് ഇളകിയാൽ വലിയ അപകടമായിരിക്കും ഉണ്ടാവുകയെന്നാണ് നാട്ടുകാർ പറയുന്നത്. റെയിൽവേ സ്റ്റേഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ്, വൈദ്യുതി ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, വിവിധ സർക്കാർ ഓഫീസുകൾ, ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള ആളുകൾ ഈ അടിപ്പാത കടന്നാണ് പോകുന്നത്. അപകടത്തിന് കാത്തുനിൽക്കാതെ അതിനു മുൻപായി തന്നെ തേനീച്ചക്കൂട് എടുത്ത് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കറോട അണ്ടർപാസിൻ്റെ അകത്ത് അപകടകരമായ രീതിയിലാണ് തേനീച്ച കൂട് കെട്ടിയിട്ടുള്ളത്. അധികൃതർ എത്രയും പെട്ടെന്ന് അത് ഇവിടുന്ന് മാറ്റേണ്ടതുണ്ട്. കാരണം ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഡെയിലി ഇതിലെ കൂടി പോകുന്നത്. സ്കൂൾ ബസ് അടക്കം സ്കൂൾ കുട്ടികളടക്കം പോകുന്ന ഈ പ്രദേശത്ത് ആയിരക്കണക്കിന് ആൾക്കാർ നടന്നും അതുപോലെ തന്നെ വാഹനങ്ങളിലും പോകുന്ന ഈ പ്രദേശത്ത് ഇത്രയും അപകടകരമായ രീതിയിലാണ് ഇവിടെ ഈ തേനീച്ച ഈ കൂട് കെട്ടിയിരിക്കുന്നത്. ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്നത് മാറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തേനീച്ചക്കുത്തേറ്റുള്ള മരണങ്ങൾ നിത്യവാർത്തയാകുന്ന കാലത്ത് ഇതും അത്തരത്തിലുള്ള വാർത്തയായി മാറാതിരിക്കുവാൻ അധികൃതർ ഉടൻ തന്നെ വിഷയത്തിൽ ഇടപെട്ട് അടിയന്തര നടപടി സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന കയ്യാർ ക്രഷർ യൂണിറ്റിൽ നടത്തിയ നെൽകൃഷിയിൽ 100 മേനി വിളയിച്ച് തൊഴിലാളികൾ. നെൽവയലിന് അനുയോജ്യമല്ലാത്ത കരിങ്കൽ ക്വാറിയിൽ 1 ഏക്കറോളം സ്ഥലത്ത് മണ്ണിട്ട് നികത്തിയാണ് കൃഷി ഇറക്കിയത്. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കീഴിലുള്ള കയ്യാർ അഗ്രിഗേറ്റേഴ്സ് കയ്യാർ വില്ലേജിലെ പറമ്പള ഡോൺ ബോസ്കോ സ്കൂളിന് സമീപമാണ് പ്രവർത്തിക്കുന്നത്. നെൽവയലിന് അനുയോജ്യമല്ലാത്ത കരിങ്കൽ ക്വാറിയിൽ 1 ഏക്കറോളം സ്ഥലത്ത് മണ്ണിട്ട് നികത്തിയാണ് നെൽകൃഷി ചെയ്തത്. ഊരാളുങ്കലിലെ തൊഴിലാളികളുടെ അധ്വാനത്തിൽ ഇവിടെ വിളഞ്ഞത് 100 മേനി. പൈവളികെ കൃഷി ഓഫീസറായ ജെറിന്റെ നേതൃത്വത്തിൽ നെൽകൃഷിയുടെ വിളവെടുപ്പും ഇതിനകം നടന്നു. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പാഡി ഫീൽഡിലോട്ടാണ്. അപ്പോൾ ഇവരിവിടെ ചെയ്തിരിക്കുന്നത് ക്വാറി ഫീൽഡിൽ മണ്ണിട്ട് നികത്തിയിട്ട് ഏകദേശം 4 മാസമായി. അപ്പോൾ ഇതിൻ്റെ ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഇതിൻ്റെ ചുറ്റും പച്ചക്കറി കൃഷി, പയറുവർഗ്ഗവും പച്ചക്കറി കൃഷിയെല്ലാം ചെയ്തിട്ടുണ്ട്. സൊസൈറ്റിയുടെ കീഴിൽ 50 ഏക്കർ സ്ഥലത്ത് കൂടുതലും ചെങ്കൽപ്പാറയും കരിങ്കൽപ്പാറയും നിറഞ്ഞ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത സ്ഥലമായിരുന്നു. അങ്ങനെയുള്ള പ്രദേശത്ത് പൊടിമണ്ണ് നികത്തി പച്ചക്കറി ഇനങ്ങളായ ക്യാബേജ്, ബീട്രൂട്ട്, ക്യാരറ്റ്, കോളിഫ്ലവർ, മുള്ളങ്കി, കോവക്ക, പയർ, പപ്പായ, പച്ചമുളക്, ചീര, വെണ്ട, കുമ്പളം, വെള്ളരി എന്നിങ്ങനെയുള്ള പച്ചക്കറി ഇനങ്ങളും കൃഷി ചെയ്തു വരുന്നുണ്ട്. യൂണിറ്റിൽ പശു, ആട്, താറാവ്, കോഴി, മത്സ്യം എന്നിവയും ഇതിനു പുറമെ പരിപാലിച്ചു വരുന്നുണ്ട്. ഇത് നെൽകൃഷിക്ക് അനുയോജ്യമായ ഭൂമിയല്ല. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് ഈ ശ്രേയസ് ഇനത്തിൽപ്പെട്ട ഈ പച്ചക്കറി ഈ നെൽകൃഷി ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. 1 ഏക്കറോളം സ്ഥലത്ത് നല്ല രീതിയിൽ തന്നെ ഇത് വളർന്നുണ്ട്.
അടുത്ത ഈ മഴക്കാലം വരുന്ന സമയത്തും കൃഷിഭവൻ്റെ എല്ലാ ഹെൽപ്പും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃഷിഭവൻ്റെ ആ ഹെൽപ്പോടുകൂടി അടുത്ത പ്രാവശ്യം ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ചെയർമാൻ പാലേരി രമേശൻ, ഡയറക്ടർ കെ.പി. പ്രകാശൻ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ ജിനേഷ് കെ.പി. എന്നിവരുടെ നിർദ്ദേശപ്രകാരം സെറ്റ് ലീഡർ രഞ്ജിത്താണ് കൃഷിക്ക് നേതൃത്വം നൽകി വരുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇരുചക്ര വാഹന പ്രേമികളുടെ സ്വപ്നങ്ങൾക്ക് ഇനി കോളിക്കര ഹോണ്ട പൂർണ്ണതയേകും. KSTP റോഡിൽ ചെമ്മനാട് മണലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ കോളിക്കര ഹോണ്ട ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. ഹോണ്ടയുടെ ഏറ്റവും പുതിയ മോട്ടോർ സൈക്കിളുകളും സ്കൂട്ടറുകളും വളരെ എളുപ്പത്തിൽ ഷോറൂമിൽ നിന്നും സ്വന്തമാക്കാം. ഒരു നൂറ്റാണ്ട് പിന്നിട്ട ബിസിനസ് പാരമ്പര്യവുമായാണ് കോളിക്കര ഗ്രൂപ്പ് വാഹന വിപണിയിലേക്ക് കൂടി ചുവടുവച്ചിരിക്കുന്നത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് KSTP റോഡിൽ ചെമ്മനാട് മണലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ സജ്ജമാക്കിയ കോളിക്കര ഹോണ്ട ഷോറൂമിൻ്റെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. ഹോണ്ട മോട്ടോർ സൈക്കിൾ ആൻഡ് സ്കൂട്ടർ ഇന്ത്യ ഡിവിഷൻ ഹെഡ് സൗത്ത് CS MS ശ്രീവത്സ സാൻ ഷോറൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സെയിൽസ് സോണൽ മാനേജർ R അൻബരസൻ സാൻ, സർവീസ് സോണൽ മാനേജർ M കാർത്തിക് സാൻ, മറ്റ് ഉന്നത പ്രതിനിധികളായ ആനന്ദ് സാൻ, ചിന്മയ സാൻ, ജോർജ് സാൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഉദ്ഘാടനത്തിനു ശേഷം ഉന്നത പ്രതിനിധികളും മുഖ്യാതിഥികളും ചേർന്ന് ഭദ്രദീപം കൊളുത്തി. തുടർന്ന് വർക്ക്ഷോപ്പിന്റെ ഉദ്ഘാടനം നടന്നു. സ്പെയർ പാർട്ട് ഡിവിഷന്റെ ഉദ്ഘാടനവും പ്രൗഢമായ ചടങ്ങിൽ നടന്നു. തുടർന്ന് ഷോറൂമിലെ ആദ്യത്തെ വാഹന വിൽപ്പനയും നടന്നു. എന്നെ നെല്ലിക്കുന്നി MLA, മുൻമന്ത്രി CT അഹമ്മദ് അലി, കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം, BJP സംസ്ഥാന സെക്രട്ടറി K ശ്രീകാന്ത്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫ്, വാർഡ് മെമ്പർ അമീർ പാലോത്ത്, കോളിക്കര ഗ്രൂപ്പ് ഡയറക്ടർമാരായ മൊയ്തീൻ കോളിക്കര, മാഹിൻ കോളിക്കര, അബ്ദുൽ ഖാദർ കോളിക്കര, ഫയാസ് കോളിക്കര, കൺസൾട്ടന്റുമാരായ ജനാർദ്ദനൻ ആചാര്യ ബജക്കൂഡ്ലു, അൻവർ അബ്ദുൽ റഹ്മാൻ, സുധീഷ് KS, സാമൂഹിക രാഷ്ട്രീയ വ്യാപാര രംഗത്തെ മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ഒരു നൂറ്റാണ്ട് പിന്നിട്ട ബിസിനസ് പാരമ്പര്യവുമായാണ് കോളിക്കര ഗ്രൂപ്പ് വാഹന വിപണിയിലേക്ക് കൂടി ചുവട് വെച്ചിരിക്കുന്നത്. ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച സേവനമായിരിക്കും കോളിക്കര ഹോണ്ടയിൽ നിന്നും ലഭ്യമാകുകയെന്ന് കോളിക്കര ഗ്രൂപ്പ് ഡയറക്ടർ മാഹിൻ കോളിക്കര പറഞ്ഞു. ഇത് കാസർഗോഡ് ഹോണ്ടയുടെ കേരളത്തിലെ ഏറ്റവും പുതിയ രീതിയിലുള്ള ആദ്യത്തെ ഷോറൂമാണ് കാസർഗോഡ് വരുന്നുള്ളത്. ഹോണ്ട ഇന്ന് ഇതിൻ്റെ സർവീസ് മേഖല പുതിയൊരു മോഡലിലേക്ക് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ കേരളത്തിലെ ആദ്യത്തെ ഷോറൂമാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിലൂടെ കസ്റ്റമർക്ക് കേരളത്തിലെ ഓട്ടോമൊബൈൽ 4 വീലർ കാറ്റഗറിയിൽ നൽകുന്ന ആ ഒരു ലെവലുള്ള സർവീസാണ് ഇവിടെ നമ്മുടെ കമ്പനി ഉദ്ദേശിക്കുന്നത്. അതിന് പറ്റിയ ഫെസിലിറ്റീസാണ് ഇന്ന് ഇവിടെ നമ്മൾ ഉറപ്പുവരുത്തുന്നുള്ളത്. അതേപോലെ തന്നെ കസ്റ്റമർക്ക് ആവശ്യപ്രകാരമുള്ള സർവീസ് പാർട്സുകളും യഥേഷ്ടം ലഭ്യമാക്കുന്നതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി എത്രയും പെട്ടെന്ന് ഉപഭോക്താക്കൾക്ക് ആവശ്യപ്പെടുന്ന പ്രകാരം തന്നെ എത്രയും പെട്ടെന്ന് ഡെലിവറി ചെയ്യാനുള്ള സ്റ്റോക്കുകളും മതിയായ സ്റ്റോക്കുകളിലൂടെ സ്റ്റോക്ക് ശേഖരിച്ചുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു ഉപഭോക്താവ് വണ്ടിക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ടുള്ള ഫിനാൻസ് സർവീസുകളും അതേപോലെ തന്നെ ഈസി ഇൻസ്റ്റാൾമെൻറ്റിൽ കൂടിയും നമ്മൾ വണ്ടി ഡെലിവറി ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. മികവുറ്റ സൗകര്യങ്ങളോടെ ഒരുക്കിയ ഈ ഷോറൂമിൽ ഹോണ്ടയുടെ ഏറ്റവും പുതിയ മോട്ടോർ സൈക്കിളുകളും സ്കൂട്ടറുകളും ഏറ്റവും എളുപ്പത്തിൽ സ്വന്തമാക്കുവാനുള്ള ഉപഭോക്തൃ സൗഹൃദ സേവനമാണ് ലഭ്യമാകുക. ഫിനാൻസ്, എക്സ്ചേഞ്ച്, സർവീസിംഗ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഒരു കുടക്കീഴിൽ ലഭിക്കുമെന്നതും ഈ ഷോറൂമിൻ്റെ പ്രധാന പ്രത്യേകതയാണ്. മികച്ച ഉപഭോക്തൃ അനുഭവം, വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, വിൽപ്പനാനന്തര സേവനം എന്നിവയാണ് കോളിക്കര ഹോണ്ടയുടെ പ്രധാന ലക്ഷ്യം. ഉപഭോക്താക്കൾക്ക് അവരുടെ സ്വപ്ന വാഹനം കണ്ടെത്തുന്നതിനും മികച്ച സേവനം ഉറപ്പാക്കുന്നതിനും പരിചയസമ്പന്നരായ പ്രൊഫഷണൽ ടീം തന്നെ കോളിക്കര ഹോണ്ടയിലുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെട്ട സഹോദരന്റെ മരണം കൊലപാതകമെന്നാരോപിച്ച് ഡൽഹിയിലേക്ക് കാൽനടയാത്ര നടത്തുന്ന തിരുവനന്തപുരം സ്വദേശി ശ്രീജിത്ത് മഞ്ചേശ്വരത്തെത്തി. 2014 മെയ് മാസം 21-നാണ് ശ്രീജിത്തിന്റെ അനുജൻ ശ്രീജീവ് പാറശാല പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണപ്പെട്ടത്. പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെട്ട സഹോദരന്റെ മരണം കൊലപാതകമെന്നാരോപിച്ച് വർഷങ്ങളായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയ ശ്രീജിത്ത് നീതിക്കായി തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് നടത്തുന്ന കാൽനടയാത്ര മഞ്ചേശ്വരത്തെത്തി.
സഹോദരന്റെ മരണത്തിൽ അന്വേഷണം നടത്തി നീതി ഉറപ്പാക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ടവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടാണ് ശ്രീജിത്ത് ഡൽഹിയിലേക്ക് കാൽനടയാത്ര പുറപ്പെട്ടത്. 2014 മെയ് മാസം 21-നാണ് ശ്രീജിത്തിന്റെ അനുജൻ ശ്രീജീവ് പാറശാല പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണപ്പെട്ടത്. ആത്മഹത്യയായിരുന്നുവെന്നാണ് അന്ന് അധികൃതർ അറിയിച്ചത്. സഹോദരന്റെ മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്നാരോപിച്ച് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും ശ്രീജിത്ത് പരാതി നൽകിയിരുന്നു. ശ്രീജീവിൻ്റേത് ആത്മഹത്യയല്ലെന്നും കൊലപാതകമാണെന്നുമായിരുന്നു ശ്രീജിത്തിന്റെ ആരോപണം. തുടർന്ന് വർഷങ്ങളായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയ ശ്രീജിത്ത് തനിക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് കാൽനടയാത്ര നടത്തുന്നത്. ഞാൻ എറണാകുളം ഹൈക്കോടതിയിൽ അവിടെ നടന്നു വന്നു. ഏതാണ്ട് അവിടെ കുറച്ച് ദിവസം അവിടെ സമരമായിട്ടുണ്ടായിരുന്നു. ഇപ്പം അവിടെ നിന്ന് നടന്ന് ഞാൻ ഡൽഹിയിലോട്ട് ഇപ്പം നടന്നു പോവുകയാണ്. ഡൽഹി സുപ്രീം കോടതിയുടെ ആ ഭാഗത്ത് അവിടെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ഇത് അതിഭീകരമായ ക്രൂരമായ ഒരു കൊലപാതകമാണ്. ഈ സംഭവം ഒരു അന്വേഷണം നടത്തി 2016 ഇതിൻ്റെ റിപ്പോർട്ടൊക്കെ കൊടുത്തു. പക്ഷേ ഇതിന് നേരായ ഇവർക്കെതിരെ നിയമ നടപടികളോ ഒന്നും ചെയ്യാതെ ഇത് പിന്നെ സംസ്ഥാന പോലീസിനോട് ഇത് അട്ടിമറിച്ച് കളഞ്ഞു. ഇത് ഒരു ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിയാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്തത്. അത് സംസ്ഥാന പോലീസ് അട്ടിമറിച്ച് പിന്നെ അതിനുശേഷം വീണ്ടും CBIക്ക് കൈമാറി. അപ്പോൾ പോലീസ് CBI നേരായ അന്വേഷണമൊന്നും നടത്തിയില്ല. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഉളിയത്തടുക്ക നാഷണൽ നഗർ അൽനൂർ ക്യാമ്പസിൽ നമ്മുടെ മക്കളെ രക്ഷിക്കാം എന്ന പ്രമേയത്തിൽ നടക്കുന്ന വെക്കേഷൻ ക്യാമ്പിന് തുടക്കമായി. സയ്യിദ് സീദിക്കോയ അൽ ഐദ്രൂസി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗെയിമുകളുടെയും വഴിവിട്ട ജീവിതത്തിന്റെയും പിടിയിലമർന്ന് പഠനത്തിൽ പിന്നോട്ടു പോകാതെ കുഞ്ഞു തലമുറയെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ നാഷണൽ നഗർ അൽനൂർ ക്യാമ്പസിൽ നമ്മുടെ മക്കളെ രക്ഷിക്കാം എന്ന പ്രമേയത്തിൽ നടക്കുന്ന വെക്കേഷൻ ക്യാമ്പിന് തുടക്കമായി. പുതിയ തലമുറയെ അറിവിന്റെയും അനുഭൂതിയുടെയും തീരത്തേക്ക് നടത്തുക എന്നതാണ് ക്യാമ്പ് ലക്ഷ്യമിടുന്നത്. സയ്യിദ് സീദിക്കോയ അൽ ഐദ്രൂസി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇത്തിഹാദ് മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് സോൺ പ്രസിഡന്റ് സയ്യിദ് അലവി അൽ ഐദ്രൂസി പ്രാരംഭ പ്രാർത്ഥന നടത്തി. മൻസൂർ അഹമ്മദ് മൗലവി ആമുഖ പ്രഭാഷണം നടത്തി. മുനീർ സഅദി അൽ അർഷദി ക്ലാസിന് നേതൃത്വം നൽകി. അബൂബക്കർ മൗലവി സുന്നി സെന്റർ, സിദ്ദീഖ് ഇസ്സത്ത് നഗർ, അഷ്റഫ് മാനിയ, അറഫാത്ത് നിസാമി ചൌക്കി, സാജിദ് ഇസ്സത്ത് നഗർ, അബ്ദുറഹീം ചെട്ടുംകുഴി തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ഖുറാൻ, ഹദീസ്, അദ്കാർ, കർമ്മശാസ്ത്രം, സ്വഭാവ സംസ്കരണം എന്നീ വിഷയങ്ങൾക്ക് പുറമെ പ്രമുഖ മനഃശാസ്ത്ര വിദഗ്ധൻ ഷഹീർ അഹമ്മദിന്റെ നേതൃത്വത്തിൽ കൗൺസിലിംഗ് ക്ലാസുകളും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ക്യാമ്പിന്റെ ഭാഗമായി നടക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉദുമയിലും കോട്ടിക്കുളത്തും റെയിൽവേ ട്രാക്കിൽ കല്ലുകളും മരക്കഷ്ണങ്ങളും കയറ്റിവെച്ച് ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. പത്തനംതിട്ട ഇലന്തൂരിലെ ജോജി തോമസിനെയാണ് ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 2 ഇടങ്ങളിൽ ട്രാക്കിൽ കല്ലുകളും മരക്കഷണങ്ങളും കയറ്റിവെച്ച് ട്രെയിൻ അട്ടിമറിക്കുവാൻ ശ്രമിച്ചെന്ന സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. പത്തനംതിട്ട ഇലന്തൂരിലെ ജോജി തോമസിനെയാണ് ബേക്കൽ SI M സവ്യസാജി അറസ്റ്റ് ചെയ്തത്. ദക്ഷിണ റെയിൽവേ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ N രഞ്ജിത്ത് കുമാർ നൽകിയ പരാതി പ്രകാരമാണ് അറസ്റ്റ്. വ്യാഴാഴ്ച പുലർച്ചെ ഉദുമ റെയിൽവേ ഗേറ്റിന് സമീപത്ത് ട്രാക്കിൽ കല്ലും കോട്ടിക്കുളം ചിറമ്മലിൽ മരക്കഷ്ണവും കയറ്റിവെച്ചാണ് അട്ടിമറി ശ്രമം നടത്തിയത്. പുലർച്ചെ 1:40-നും 1:50-നും ഇടയിൽ ഹസ്രത്ത് നിസാമുദ്ദീൻ സൂപ്പർഫാസ്റ്റ് കടന്നുപോകുന്നതിന് തൊട്ടുമുൻപാണ് സംഭവം. ലോക്കോ പൈലറ്റാണ് സംഭവം പോലീസിനെ അറിയിച്ചത്. പോലീസ് ഉടൻ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് അക്രമത്തിന് പിന്നിൽ ജോജി തോമസ് ആണെന്ന് കണ്ടെത്തി കൈയോടെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉപ്പിലിക്കൈ മാടം ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. ഉപ്പിലിക്കൈമാടം ശ്രീ വേട്ടിക്കുരുമകൻ ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് സമാപനമായത്. മഹോത്സവത്തിന്റെ ഭാഗമായി പുലിയൂർക്കണ്ണൻ ദൈവത്തിന്റെ പുറപ്പാട്, ഊർപ്പഴശ്ശിയുടെ പുറപ്പാട്, മാമുണ്ടനാട്ട് വേട്ടിക്കുരുമകന്റെ പുറപ്പാട്, പുലിയൂർ കാളിയമ്മയുടെ പുറപ്പാടും നടന്നു.
നിരവധി ആളുകളാണ് കളിയാട്ട് മഹോത്സവം ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട്ട് സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. കോവൽപ്പള്ളി ടർഫിലായിരുന്നു ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് കോവൽപ്പള്ളി ടർഫിൽ നടന്ന മാധ്യമപ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ മാധ്യമപ്രവർത്തകരുടെ ടീം വിജയം സ്വന്തമാക്കി. 4-നെതിരെ 6 ഗോളുകൾക്കാണ് മാധ്യമപ്രവർത്തകരുടെ ടീം ചാമ്പ്യന്മാരായത്. മാധ്യമപ്രവർത്തക ടീമിനു വേണ്ടി EV ജയകൃഷ്ണൻ, ബാബു കോട്ടപ്പാറ, M സുനീഷ് എന്നിവർ ഗോളുകൾ നേടി. നീലേശ്വരം നഗരസഭ ഉപാധ്യക്ഷൻ മുഹമ്മദ് റാഫി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ M മധുസൂദനൻ അധ്യക്ഷനായി. KS ഹരി, ഫസലു റഹ്മാൻ, KV സുനിൽ, M സുനീഷ്, രതീഷ് കാലിക്കടവ്, റിയാസ് അമലടുക്കം, സനൂപ് തൃക്കരിപ്പൂർ എന്നിവരാണ് മാധ്യമപ്രവർത്തകരുടെ ടീമിലെ മറ്റംഗങ്ങൾ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരുമ്പള പാലത്തിന് മുകളിൽ നിന്നും ചന്ദ്രഗിരി പുഴയിലേക്ക് ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. രാവിലെ 9:30 മണിയോടെ പാലത്തിന് സമീപത്ത് പുഴയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളുടെയും കുരിശുമരണത്തിന്റെയും സ്മരണയിൽ വിശ്വാസികൾ. ജില്ലയിലെ ദേവാലയങ്ങളിലെല്ലാം ദുഃഖവെള്ളി ആചരിച്ചു. കൃഷിയിടം നശിപ്പിച്ചതിന് പിന്നാലെ ആവിക്കരയിലെ മുൻ പ്രവാസി ജയരാജന്റെ കുടുംബത്തിന് നേരെ ഭീഷണി. 2 പേർക്കെതിരെ കേസെടുത്തു. മഞ്ചേശ്വരത്ത് ദേശീയപാതയിലെ അടിപ്പാതയിൽ തേനീച്ചക്കൂട്. കാൽനടയാത്രക്കാർ ആശങ്കയിൽ. ഇത് കഠിനാധ്വാനത്തിന്റെ ഫലം. നെൽവയലിന് അനുയോജ്യമല്ലാത്ത കരിങ്കൽ ക്വാറിയിൽ നടത്തിയ കൃഷിയിൽ 100 മേനി വിളവ്. ഉപ്പിലേക്കൈമാടം ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് സമാപനം. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.